പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ കൃഷ്ണ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ഫെറിക്കൽ മിറേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ചാൽ മിറേഴ്സ് എന്താണ്? മിറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലക്റ്റിംഗ് ഒബ്ജക്റ്റ് ആണ് അല്ലേ? ഒരു റിഫ്ലക്റ്റിംഗ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന വസ്തുവാണ് എന്ത്? മിറർ എന്ന് പറയുന്നത്. അതായത് എപ്പോഴും മിററിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ട്രാൻസ്പെറന്റ് ആയിട്ട് മിറർ ആ പ്രകാശരശ്മികളെ കടത്തിവിടില്ല. അങ്ങനെയുള്ള മിറേഴ്സ് രണ്ട് ടൈപ്പിലുണ്ട്. പ്ലെയിൻ മിറേഴ്സും ഉണ്ട്, പിന്നെന്താണ്, സ്ഫെറിക്കൽ മിറേഴ്സും ഉണ്ട്. പ്ലെയിൻ മിറേഴ്സും സ്ഫെറിക്കൽ മിറേഴ്സും രണ്ട് ടൈപ്പിലുള്ള മിറേഴ്സ് ആണ് ഉള്ളത്. അതിൽ പ്ലെയിൻ മിററിന്റെ പ്രത്യേകത എന്താ? അവയുടെ റിഫ്ലക്റ്റിംഗ് സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സമതലമായിരിക്കും. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി എന്താണ്? പ്ലെയിൻ മിററാണ് അല്ലെ? അവയുടെ റിഫ്ലക്റ്റിംഗ് സൈഡ് ഇവിടെ വന്നാണ് എന്ത് ചെയ്യുള്ളൂ? റിഫ്ലക്ട് ചെയ്യുള്ളൂ. അപ്പൊ ആ റിഫ്ലക്റ്റിംഗ് സൈഡ് എപ്പോഴും പ്ലെയിൻ ആയിരിക്കും, സമതലമായിരിക്കും. അതുകൊണ്ടാണ് പ്ലെയിൻ മിറേഴ്സ് അല്ലെങ്കിൽ സമതല ദർപ്പണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ മിറേഴ്സ് ആണ്. സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞാൽ ഗോളീയ ദർപ്പണങ്ങൾ. അതായത് ഒരു ഗോളത്തിന്റെ പാർട്ട് പോലെയാണ് അവ കാണപ്പെടുന്നത്. അതായത് ഈ രീതിയിലായിരിക്കും സ്ഫെറിക്കൽ മിറേഴ്സ് കാണപ്പെടുന്നത്. അതേപോലെ സ്ഫെറിക്കൽ മിറേഴ്സിന്റെ റിഫ്ലക്റ്റിംഗ് സൈഡ് എന്ന് പറയുന്നത് ഒന്ന് ഉള്ളിലേക്ക് തള്ളിയതും മറ്റൊന്ന് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നതുമായിരിക്കും. അതുകൊണ്ടാണ് അവ എന്താണ്? ഇതൊരു ഗോളത്തിന്റെ പാർട്ടായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവയെ എന്ത് പറയുന്നത്? ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെയുള്ള ഗോളീയ ദർപ്പണങ്ങൾ രണ്ട് ടൈപ്പിലുണ്ട്. ഏതൊക്കെയാണവ? കോൺകേവ് മിററും കോൺവെക്സ് മിററും. കോൺകേവ് മിറർ, കോൺകേവ് ആൻഡ് കോൺവെക്സ്, ഇങ്ങനെ രണ്ട് ടൈപ്പിലാണ് എന്തുള്ളത്? മിറേഴ്സ്, ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറേഴ്സ് രണ്ട് ടൈപ്പിലാണുള്ളത്. കോൺകേവ് മിററും കോൺവെക്സ് മിററും. ഇനി നമുക്ക് നോക്കാം എന്താണ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ, കോൺകേവ് മിററിന്റെ ഷേപ്പ് എപ്പോഴും എങ്ങനെയാണ്? ഇങ്ങനെയായിരിക്കും. ഓക്കെ, കോൺകേവ് മിറർ എപ്പോഴും എങ്ങനെയാണ്? ഇങ്ങനെയായിരിക്കും. അതായത് ഒരു കേവ് പോലെ, കേവ് സൈഡിൽ നിന്നാണ് എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്യുന്നത്. കോൺകേവിൽ തന്നെ അല്ലേ കേവ്, അതായത് ഒരു ഗുഹ പോലെ. അപ്പൊ ആ ഭാഗത്തു നിന്നാണ് എപ്പോഴും എന്താണ്? റിഫ്ലക്ഷൻ സംഭവിക്കുക. ഈ ബൾജ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് ഒന്നുമില്ല. ഈ ഭാഗം ആദ്യം എന്ത് ചെയ്യും? ഒരു സിൽവർ കോട്ടിങ് ചെയ്യും. അതിനുശേഷം എന്താണ്? അതിന്റെ മുകളിൽ ഒരു ബ്ലാക്ക് പെയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉൾവശത്ത് നിന്നാണ് റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ളതാണ് കോൺകേവ് മിറർ. കേവിനുള്ളിൽ നിന്നാണ് എന്ത് വരുന്നത്? റിഫ്ലക്ഷൻ വരുന്നത്. അതായത് ഇപ്പൊ ഒരു പ്രകാശരശ്മി വന്നാൽ ഇവിടെ തട്ടി ഇൻസിഡന്റ് ചെയ്ത് അതെന്ത് ചെയ്യും? റിഫ്ലക്ട് ബാക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ കോൺകേവ് മിററിന്റെ കേവിൽ നിന്നാണ് എന്ത് വരുന്നത്? റിഫ്ലക്ഷൻ വരുന്നത്. കോൺകേവ് മിറർ എപ്പോഴും ഈ രീതിയിലാണ് ഇരിക്കുന്നത്. അതിന്റെ പുറകുവശത്ത് എന്ത് ചെയ്യും? ആദ്യം ഒരു സിൽവർ കോട്ടിങ് കൊടുക്കും, പിന്നെ ഒരു ബ്ലാക്ക് കളർ പെയിന്റിങ് കൂടെ കൊടുക്കും. അങ്ങനെയാണ് കോൺകേവ് മിറർ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഈ കോൺവെക്സ് മിറർ എങ്ങനെയായിരിക്കും? കോൺകേവ് ഉള്ളിൽ നിന്നാണ് വരുന്നതെങ്കിൽ കോൺവെക്സിന്റെ എപ്പോഴും എവിടെ നിന്നായിരിക്കും റിഫ്ലക്ഷൻ സംഭവിക്കുക? ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്നായിരിക്കും അല്ലെ? അതായത് ഇതിന്റെ ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു സിൽവർ കോട്ടിങ് കൊടുത്ത് പിന്നെ ബ്ലാക്ക് കളർ പെയിന്റ് കൊടുക്കും. എപ്പോഴും റിഫ്ലക്ഷൻ നടക്കുന്നത് ഇവിടെയായിരിക്കും. ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്നാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. അതാണ് കോൺവെക്സ്. ഓക്കെ, ഓർത്തിരിക്കാൻ എന്താ എളുപ്പം? കോൺകേവ് എന്ന് പറയുമ്പോൾ കേവ്, ഉള്ളിൽ നിന്നാണ് എന്ത് പറയുന്നത്? ഉൾഭാഗത്ത് നിന്ന് റിഫ്ലക്ഷൻ വരുന്നു എന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് റിഫ്ലക്റ്റിംഗ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? ബൾജ് ചെയ്ത ഭാഗമാണ് കോൺവെക്സ് മിററിലെ റിഫ്ലക്ഷൻ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കോൺകേവ് മിററുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, കോൺകേവ് മിറർ എങ്ങനെയാ? ഇങ്ങനെയാണ് കാണപ്പെടുന്നത് അല്ലേ? ഓക്കെ, ഈ സൈഡില് എന്ത് ചെയ്യും? ബ്ലാക്ക് കളർ പെയിന്റും സിൽവർ കോട്ടിങ്ങും ഒക്കെ വരുന്നത് ഈ ഭാഗത്ത്. ഇനി എപ്പോഴും എന്താണ്? ഈ കോൺകേവ് മിറർ ഒരു സ്ഫിയറിന്റെ അല്ലെങ്കിൽ ഗോളത്തിന്റെ പാർട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഗോളം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ
ഒരു ഗോളമായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഗോളത്തിന്റെ സെന്ററിനെ നമ്മൾ എന്ത് പറയും? ഈ സ്ഫിയറിന്റെ സെന്റർ നമ്മൾ സി എന്ന് അടയാളപ്പെടുത്തി. സി അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം. ഓക്കെ, സ്ഫിയറിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദെൻ ഈ എന്താണ്? മിററിന്റെ സെന്ററിനെ നമ്മൾ പോൾ എന്ന് പറയും. ഓക്കെ, മിററിന്റെ സെന്ററിനെ, മിററിന്റെ മിഡ് പോയിന്റിന് പറയുന്ന പേരാണ് പോൾ. അതേപോലെ സ്ഫിയറിന്റെ മിഡ് പോയിന്റിന് പറയുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ എന്താണ്? സ്ഫിയറിന്റെ മിഡ് പോയിന്റ്. പോൾ എന്ന് പറയുന്നത് എന്താണ്? മിററിന്റെ, അതായത് കോൺകേവ് മിററിന്റെ മിഡ് പോയിന്റ് ആണ് പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സിയെയും പിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരച്ചു. സിയിലൂടെയും പിയിലൂടെയും കടന്നു പോകുന്ന ഒരു ലൈൻ വരച്ചു. ഈ ലൈനിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് നമ്മൾ ഈ ലൈനിന് വരയ്ക്കുന്നത്. സിയെയും, അതായത് സെന്റർ ഓഫ് കർവേച്ചറിനെയും പിയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസ്. ഇനി നമ്മുടെ ഈ പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസ് കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഈ പിയെയും സിയുടെയും മിഡ് പോയിന്റിന് പറയുന്ന പേരാണ് എഫ് അല്ലെങ്കിൽ ഫോക്കസ്. ഓക്കെ, അതായത് പോളിന്റെയും സെന്റർ ഓഫ് കർവേച്ചറിന്റെയും മിഡ് പോയിന്റ് ആണ് എന്ത് പറയുന്നത്? ഫോക്കസ് അല്ലെങ്കിൽ എഫ്, ഫോക്കസ് എന്ന് പറയും. ഓക്കെ, ഫോക്കസ്. ഇനി ഇതിനെ നമ്മൾ പറയുന്ന, അതായത് പി സി, ഈ ലൈനാണ് എന്താണ്? റേഡിയസ് ഓഫ് സ്ഫിയർ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇതിനെ നമ്മൾ ആർ എന്ന് നോട്ട് ചെയ്തു. ഓക്കെ, ഈ ദൂരത്തിന് നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് സ്ഫിയർ. അതായത് ഒരു സ്ഫിയർ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? സ്ഫിയറിന്റെ ഹാഫിനെയാണ്, അതായത് അതിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഹാഫ് സൈഡ് ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇതെന്ന് പറയുന്നത്, ഈ ആർ എന്ന് പറയുന്നത് എന്താണ്? സെന്റർ ഓഫ് റേഡിയസ് ഓഫ് സ്ഫിയർ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കും. ഇനി ഈ പി എഫ്, പിയിൽ നിന്ന് ഈ എഫിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്ത്. ഏത് ദൂരം? പി ടു എഫ്. പിയിൽ നിന്ന് എഫിലേക്ക്, ഫോക്കസിലേക്കുള്ള ദൂരമാണ് എന്തറിയപ്പെടുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന പി എഫ് എന്ന് പറയുന്നത് എന്താണ്? r/2 ആണ്. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ പി സി ആണ്. പി സിയുടെ ദൂരം അല്ലേ ആറ്? അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് സ്ഫിയർ ആണ് ആർ എന്ന് പറയുന്നത്. അതായത് പിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരമാണ് ആർ. അങ്ങനെയാണെങ്കിൽ പിയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരമാണ് എന്ത് പറയപ്പെടുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയപ്പെടുന്നത്. ആ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് r/2. നമ്മൾ എപ്പോഴും ഫോക്കൽ ലെങ്ത് ഡിനോട്ട് ചെയ്യുന്നത് ചെറിയ എഫ് കൊണ്ടാണ്, സ്മോൾ എഫ് കൊണ്ടാണ്. അപ്പൊ സ്മോൾ എഫ് ഈസ് ഈക്വൽ ടു പി എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? r/2. r/2 ആണ് എന്തെന്ന് പറയുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന്, സ്ഫിയറിന്റെ സെന്ററിനെ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നു. അതേപോലെ മിററിന്റെ മിഡ് പോയിന്റിനെ നമ്മൾ പോൾ എന്ന് പറയുന്നു. പിന്നെ പോളിനെയും സെന്റർ ഓഫ് കർവേച്ചറിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ലൈനാണ് ഏത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി പ്രിൻസിപ്പൽ പി സി, സെന്റർ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ മിഡ് പോയിന്റ് ആണ് ഏത്? പി സിയുടെ മിഡ് പോയിന്റ് ആണ് ഏത്? ഫോക്കസ് എന്ന് പറയുന്നത്. ആ ഫോക്കസിൽ നിന്ന് പിയിലേക്കുള്ള ദൂരത്തിന് നമ്മൾ എന്ത് പറയും? മിററിന്റെ ഒരു പോയിന്റിലേക്കുള്ള ദൂരത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. അത് ഡിനോട്ട് ചെയ്യുന്നത് ചെറിയ എഫ് കൊണ്ടാണ്. അതെന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ് പോയിന്റിലെ ഫോക്കൽ പോയിന്റ് എങ്ങനെയാണ്
ഒരു കോൺകേവ് മിററിൽ ഉണ്ടാവുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു കോൺകേവ് മിറർ വരയ്ക്കാം. ഓക്കെ, ഈ കോൺകേവ് മിററിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ലൈനാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഒരു ലൈൻ, ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് ഈ മിററിൽ ഇൻസിഡൻസ് ചെയ്തു. അതായത് a ray of light incidence on a concave mirror. After reflection, it passes through a common point. That point is called focus. Okay. ഒരു കോൺകേവ് മിററിലേക്ക് പാരലലായിട്ട് വന്ന് പതിക്കുന്ന ഏതൊരു റേയും റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു കോമൺ പോയിന്റിലൂടെ കടന്നു പോകും. കോമൺ പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കൽ പോയിന്റ്. ഫോക്കസ്. ഓക്കെ, നമ്മൾ പഠിച്ചെന്താ? പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് വരുന്ന പ്രകാശരശ്മികൾ റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിൽ തന്നെ ഒരു പോയിന്റിലൂടെ കടന്നു പോകും. ആ പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ്. നെക്സ്റ്റ്, കോൺകേവ് മിററിലെ ഇമേജ് ഫോം ചെയ്യുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റ് റൂൾ നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്തു. ഫോക്കസ് എന്താണെന്ന് പറഞ്ഞില്ലേ? ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാരലലായിട്ട് വന്ന് പതിക്കുന്ന പ്രകാശരശ്മി, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വന്ന് പതിക്കുന്ന പ്രകാശരശ്മി എപ്പോഴും റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിലെ തന്നെ ഒരു പോയിന്റിലൂടെ കടന്നു പോകും. ആ പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ്. അപ്പൊ പാരലലായിട്ട് വന്ന് പതിക്കുന്ന പ്രകാശരശ്മികള് പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു കോമൺ പോയിന്റിലൂടെ കടന്നു പോകും. ആ പോയിന്റ് ആണ് ഫോക്കസ്. അപ്പൊ എപ്പോഴും പാരലലായിട്ടുള്ള റേസ് റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നുള്ളൂ. സമാന്തരമായിട്ട് ഏത് രശ്മി വന്നാലും ആ രശ്മി പ്രതിപതനത്തിന് ശേഷം ഫോക്കസിലൂടെ കടന്നു പോകും. അതാണ് ഫസ്റ്റ് റൂള്. നെക്സ്റ്റ് റൂള് എന്ന് പറയുന്നത് ഇതൊരു പ്രിൻസിപ്പൽ ആക്സിസ്, ഇതിന്റെ ഫോക്കസ് ഇതാന്ന് നോക്കാം. ഫോക്കസിലൂടെ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി, അതായത് ഒരു റേ ഓഫ് ലൈറ്റ് ഫോക്കസിലൂടെ വന്നാണ് ഇവിടെ ഇൻസിഡൻസ് ചെയ്യുന്നതെങ്കിൽ, ഒരു റേ ഓഫ് ലൈറ്റ് ഫോക്കസിലൂടെ വന്ന് കോൺകേവ് മിററിൽ പതിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്ത് ചെയ്യും? പാരലലായിട്ടാണ് റിഫ്ലക്ട് ചെയ്യുകയുള്ളൂ. പാരലലായിട്ട്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് റിഫ്ലക്ട് ചെയ്യും. അതായത് ഫോക്കസിലൂടെ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി റിഫ്ലക്ഷന് ശേഷം എങ്ങനെയാണ്? പാരലലായിട്ട് പോകും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടായിരിക്കും അത് റിഫ്ലക്ട് ചെയ്യുന്നത്. ഫോക്കസിലൂടെ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് റിഫ്ലക്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയും. റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, കാരണം എന്തുകൊണ്ടാ? ആദ്യം പറഞ്ഞു പാരലലായിട്ട് വന്ന് പതിക്കുന്ന പ്രകാശരശ്മി ഫോക്കസിലൂടെ കടന്നു പോകും എന്ന് പറഞ്ഞു. ഈ ഫോക്കസിലൂടെ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് തന്നെ പോകും. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഇതൊരു കോൺകേവ് മിറർ ആണെന്ന് നോക്കിയാ. ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇത് റേഡിയസ് ആണ്, സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഇതെന്താണ്? ഫോക്കസ് ആണെന്ന് വയ്ക്കാം. ഇനി നമ്മുടെ ഈ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി എപ്പോഴും സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി തന്നെയാണ് എന്ത് ചെയ്യുള്ളൂ? റിഫ്ലക്ട് ചെയ്യുള്ളൂ. അതായത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി എന്ത് ചെയ്യും? അതേ പാതയിൽ തന്നെ റിഫ്ലക്ട് ചെയ്യും. സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി വന്ന് പതിക്കുന്ന പ്രകാശരശ്മി അതേ പാതയിലൂടെ തന്നെ റിഫ്ലക്ട് ചെയ്യും. സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്തു പോകും. അതായത് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി വന്ന് പതിക്കുന്ന പ്രകാശരശ്മി എപ്പോഴും റിഫ്ലക്ട് ചെയ്യുന്നത് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി തന്നെയായിരിക്കും. സെയിം ലൈനിൽ തന്നെയായിരിക്കും റിഫ്ലക്ഷനും നടക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും
എന്ത് ചെയ്യണം, കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷനുമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൂൾസ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, കോൺകേവ് മിറേഴ്സിന്റെ യൂസസിനെ കുറിച്ചാണ്. എവിടെയൊക്കെയാണ് കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഡിഷ് ആന്റിന. ഡിഷ് ആന്റിനയിൽ നമ്മൾ ലൈറ്റ് റേസിന് പകരം റേഡിയോ വേവ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അവയെ ഒരു സ്പെസിഫിക് പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നു, കേന്ദ്രീകരിച്ച് അവയിൽ നിന്നും സിഗ്നൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിഷ് ആന്റിനയിൽ കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യുന്നത്. ഡോക്ടേഴ്സ് ഹെഡ് മിറർ, ഡോക്ടേഴ്സിന്റെ ഹെഡ് മിററിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്, കോൺകേവ് മിററാണ്. ഏത് വസ്തുവിനെയും കുറച്ച് നല്ല അടുപ്പത്തിൽ കാണുന്നതിന് വേണ്ടിയിട്ട്, വലുതായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ടോർച്ച് റിഫ്ലക്ടർ, ടോർച്ചിന്റെ റിഫ്ലക്ടറിൽ യൂസ് ചെയ്യുന്നത് എന്താണ്, കോൺകേവ് മിററാണ്. ദെൻ കാർ ഹെഡ്ലൈറ്റ്, കാറിന്റെ ഹെഡ്ലൈറ്റിൽ യൂസ് ചെയ്യുന്നു. ദെൻ ഷേവിംഗ് ഓർ മാഗ്നിഫൈങ് മിറർ, ഷേവിംഗ് മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, നമ്മുടെ കോൺകേവ് മിററാണ്. വ്യുമൺ മേക്കപ്പ് മിറർ, മേക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന മിറേഴ്സ് യൂസ് ചെയ്യുന്നത് കോൺകേവ് മിറേഴ്സ് ആണ്. ഡെന്റിസ്റ്റ് മിറർ, ദന്ത ഡോക്ടർമാർ യൂസ് ചെയ്യുന്നത് എന്താണ്, കോൺകേവ് മിറർ ആണ്. അപ്പൊ ഏത് വസ്തുവിനെയും കുറച്ച് വലുതായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട്, മാഗ്നിഫൈ ചെയ്ത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് വരുന്നത് ഡിഷ് ആന്റിന, ഡോക്ടേഴ്സ് ഹെഡ് മിറർ, ടോർച്ച് റിഫ്ലക്ടർ, then car headlight, shaving or magnifying mirrors, women makeup mirrors and dentist mirrors. ഇവിടെ എല്ലാം എന്താണ് യൂസ് ചെയ്യുന്നത്, കോൺകേവ് മിറേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കോൺകേവ് മിറേഴ്സിന്റെ ഇമേജ് ഫോർമേഷൻ, അറേ ഓഫ് ഡയഗ്രം വെച്ചുള്ള ഇമേജ് ഫോർമേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നന്മ നേരുന്നു. താങ്ക് യു.